ആൻഡ് ഫൈനലി മൈക്കിൾ ജാക്സന്റെ ബയോഗ്രഫിക്കൽ ഫിലിമായിട്ടുള്ള മൈക്കിൾ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഞാൻ ഒരുപാട് ആരാധിച്ചിട്ടുള്ള, ഒരുപാട് ഞാൻ അത്ഭുതത്തോടെ കണ്ടിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത്. 1958 ജനിച്ച് 2009 മരിച്ച ഒരു അതുല്യ പ്രതിഭയായിരുന്നു. ലോകം മുഴുവൻ കീഴടക്കിയ, എനിക്ക് തോന്നുന്നു ആ സമയത്ത് ലോകത്തിന്റെ പോപ്പുലേഷനിലെ 1% വല്ലതും പുള്ളി അറിയത്തില്ലാത്ത ആൾക്കാരുള്ളൂ. ബാക്കി അത്രയും പേർക്കും അറിയാവുന്ന അത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ കടന്നു വരുന്നതിനൊക്കെ മുമ്പ് തന്നെ പുള്ളി ഉണ്ടാക്കിയ ഒരു ഓളം എന്ന് പറയുന്ന ഒരു ചെറിയ പരിപാടിയല്ല. ഞാൻ 95 ഞാൻ ജനിക്കുന്ന സമയത്ത് പുള്ളി അന്ന് സൂപ്പർ സ്റ്റാർ ആയിരുന്നു. വളരും തോറും നമ്മൾ പുള്ളിയുടെ പാട്ടുകളൊക്കെ കേട്ട് അതുപോലെ അഡിക്റ്റായി പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരുന്നു പുള്ളിയുടെ ഒരു മരണമൊക്കെ. ശരിക്കും അതാ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഇപ്പോഴും അതിൻ്റെ ഒരു റൂമേഴ്സും കാര്യങ്ങളും പൊക്കോണ്ടിരിക്കുകയാണ്. പുള്ളി മരിച്ചിട്ടില്ല, അതെല്ലാം കെട്ടുകഥകളായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു റൂമേഴ്സ് സൈഡിൽ കൂടി ഓടുന്നുണ്ടെങ്കിൽ കൂടി അത്തരത്തിലുള്ളൊരു പ്രതിഭേനെ ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ല. ഇനി മുമ്പോട്ട് കാണുമോന്നും അറിയത്തില്ല. കാരണം അത്രയേറെ ഓറയുള്ള ഒരു ഭീകര മനുഷ്യനായിരുന്നു. ദ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ, ദ ഗോഡ് ഓഫ് ദി വേൾഡ് എന്ന് പറയാൻ പറ്റും. അത്രയ്ക്കൊരു മനുഷ്യൻ്റെ ഒരു ബയോഗ്രഫിക്കൽ ഫിലിം വരുമ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയി കാണാതിരിക്കുമോ? അതിൻ്റെ ട്രെയിലറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അത്ര ആകാംക്ഷയോട് കൂടിയാണ് ഇരുന്നത്. കുറേ സൈഡിൽ നിന്ന് നെഗറ്റീവ്സ് വരുന്നുണ്ടായിരുന്നു. കാരണം ഈ പടം അങ്ങ് ഓടാൻ പോകുന്നില്ല, ഫെയിലിയർ ആയി പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നു, സംഗതി ക്ലച്ച് പിടിക്കും, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവൽ സാധനമായിരിക്കും ചെയ്യാൻ പോകുന്നത്. ആന്റണിയോ ഫിഗ്യോ ആണ് ഇതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത്. പുള്ളി നേരത്തെ ചെയ്തിരിക്കുന്ന ഇക്വലൈസർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ട്രെയിനിങ് ഡേ എന്നൊക്കെ പറയുന്ന സിനിമകളായിരുന്നു സംവിധാനം ചെയ്തത്. ഗംഭീരമായിട്ട് സിനിമ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മൈക്കിൾ ജാക്സൺ ആയിട്ട് വന്നിരിക്കുന്നത് മൈക്കിൾ ജാക്സന്റെ നെഫ്യൂ ആയിട്ടുള്ള ജാഫർ ജാക്സൺ ആണ്. പുള്ളിയും ഒന്നും പറയാനില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവരെ ആരെയും കണ്ടില്ല. ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് അവിടെ മൈക്കിൾ ജാക്സനെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ആ സിനിമയിൽ ഞാൻ ഇന്നായി. സിനിമ കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ മുഴുവൻ മൈക്കിൾ ജാക്സൺ ആയിരുന്നു. ഇന്നലെ പടം കഴിഞ്ഞ് വന്ന് കിടന്നിട്ട് രാത്രി സ്വപ്നം കണ്ടത് മൊത്തം മൈക്കിൾ ജാക്സനെ. എനിക്കറിയില്ല, ഞാൻ ഇപ്പോഴും സ്റ്റിൽ മൈക്കിൾ ജാക്സന്റെ ഒരു വൈബിൽ ആയിപ്പോയി. അത്രയേറെ ഈ സിനിമ നമ്മളെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഭയങ്കര റൂട്ടഡ് ആയിട്ട് നല്ല രീതിയിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പടത്തിൻ്റെ കഥ ഇവർക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട്. നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ആർട്ട് വർക്ക്, നല്ല ഗംഭീരമായിട്ടുള്ളൊരു മേക്കപ്പ് പരിപാടികൾ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അസാധ്യ കാസ്റ്റിംഗ് ആണ്. കാരണം അച്ഛൻ, അമ്മ, ഈ മൈക്കിൾ ജാക്സന്റെ ചെറുപ്പം അഭിനയിച്ച ചെറുക്കൻ, പഴയ മൈക്കിൾ ജാക്സന്റെ ഫോട്ടോ എടുത്ത് നോക്കിയോ ഈ അഭിനയിച്ച ചെറുക്കൻ്റെ നോക്കിയോ, രണ്ടും ഏതാണ്ട് സെയിം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജാഫർ ജാക്സന്റെ കാസ്റ്റിങ്, ഈ മൈക്കിൾ ജാക്സന്റെ PA ആയിട്ട് വരുന്ന ബില്ലി ബ്രേ എന്ന് പറയുന്നൊരു PA ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒക്കെ ഫോട്ടോ പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള. അപ്പോൾ പുള്ളി അത് തന്നെ ഒരു മനുഷ്യനെ എടുത്തു വെക്കുന്നു. അങ്ങനെ കാസ്റ്റിങ്ങിൽ ഒരു രക്ഷയില്ലാത്ത കാസ്റ്റിംഗ് പരിപാടിയും. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് മ്യൂസിക്. ഒന്നും പറയണ്ട, പുള്ളി മ്യൂസീഷ്യൻ ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ പാട്ടുകൾ ഇതിൻ്റെ അകത്ത് വരും. എന്നാലും അതിൻ്റെ ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, അത് ചില്ലറ പരിപാടിയല്ല. ഗംഭീരമായിട്ട് അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഏതാണ്ട് സിനിമ തുടങ്ങി ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സിനിമയൊക്കെ മാറി ഒരു കോൺസെർട്ട്, മൈക്കിൾ ജാക്സന്റെ കോൺസെർട്ട് കാണുന്ന ഒരു ഫീലിലായിപ്പോയി പടം. എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്, എന്താ പടം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ആന്റണി ഫ്യൂഗോ, അതുപോലെ തന്നെ റൈറ്ററായിട്ടുള്ള ജോൺ ലോഗനോടുമാണ്. നിങ്ങൾ ഇഷ്ടം പോലെ പാട്ടുകൾ മൈക്കിൾ ജാക്സൺ ചെയ്തിട്ടുണ്ട്. ആ പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള പാട്ടുകളുമുണ്ട്. ആ പാട്ടുകൾ വെക്കുന്നതിന് പകരം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പുള്ളിയുടെ പാട്ടുകളെ എടുത്ത് പ്രൊജക്റ്റ് ചെയ്തത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. അതിലെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്ന പാട്ടിനെ കൊണ്ടുവന്നത് കൊണ്ടാണ്. കാരണം കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളൊരു പാട്ടായിരുന്നു. പക്ഷേ എവിടെയോ വെച്ചോ എപ്പോഴും ആ പാട്ട് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. ഞാൻ ആ പാട്ടിനെ പറ്റി തന്നെ മറന്നുപോയി. പക്ഷെ എന്നെ ആ പഴയ കാലത്തേക്ക് കൊണ്ടുപോയത് ഈ പടത്തിലായിരുന്നു. താങ്ക് യു. ഗംഭീരമായിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ സ്റ്റോറി അത്രയും വലുതാണ്, ഹ്യൂജാണ്. അപ്പം അതുകൊണ്ട് അതിന് സമയമെടുക്കും. സോ ഇത് ഒരു പർട്ടിക്കുലർ ടൈം വരെയുള്ള ഒരു കഥയാണ് പറയുന്നത്. 1960-ൽ ജാക്സൺ 5 എന്ന് പറയുന്ന ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് കൂടി തുടങ്ങിയ ജാക്സൺ 5 മുതൽ ബാഡ് എന്ന് പറയുന്ന പുള്ളിയുടെ ആൽബം റിലീസ് ആകുന്ന ഒരു ടൈം പീരീഡ് വരെയുള്ള 1980 വരെയുള്ളൊരു സ്റ്റോറി ലൈനാണ് ഇതിൻ്റെ അകത്ത് പറയാൻ ഇവർ ശ്രമിച്ചിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള കഥയിലായിരിക്കും കൂടുതൽ കോൺട്രവേഴ്ഷ്യൽ കാര്യങ്ങളും അതുപോലെ തന്നെ പുള്ളിയുടെ ഒരു രൂപമാറ്റവും പരിപാടിയൊക്കെ വരാൻ പോകുന്നത്. എന്തായാലും ഇതിൽ ഗംഭീരമായിട്ട് ഈ പറഞ്ഞ കാലഘട്ടത്തിനെ
സൂപ്പറായിട്ട് ഒരു 20 വർഷത്തെ കാലഘട്ടം ഗംഭീരമായിട്ട് ഇവർക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ബോറടിക്കാതെ വളരെയധികം എൻഗേജിങ് ആക്കി ഭയങ്കര ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് കൊണ്ടുവരിക്കുന്നത്. ത്രില്ലടിപ്പിച്ച് തന്നെയാണ് കൊണ്ടുവരിക്കുന്നത്. എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് പുള്ളിയെ മിസ് ചെയ്തു. സീരിയസ്ലി ഞാൻ പറയുകയാണെങ്കിൽ പടമൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് പുള്ളിയെ മിസ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ആ പുള്ളിയെപ്പോലുള്ളൊരു മനുഷ്യൻ, പുള്ളിയെപ്പോലുള്ളൊരു സൂപ്പർ സ്റ്റാർ ഇന്ന് വരെ ലോകത്ത് പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. പുള്ളി ഇഷ്ടമാണെന്ന് പറയുമ്പോൾ തന്നെ 2009 പുള്ളി മരിക്കുന്ന സമയത്ത് പുള്ളിയുടേതായിട്ടുള്ള ആർട്ടിക്കിൾ പത്രത്തിൽ വന്നത്, അതുപോലെ തന്നെ അതിനുശേഷം പുള്ളി ഒരു ഗോസ്റ്റ് ആയിട്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് റൂമേഴ്സ് പത്രത്തിൽ വന്നത്, ഈ പത്ര കട്ടിങ്സ് മുഴുവൻ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം അത്രയേറെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളൊരു അഡിക്ഷനിലോട്ട് പോകുമല്ലോ, ആ ഒരു ലെവലിലോട്ട് കൊണ്ടുപോയിട്ടുള്ളൊരു അതുല്യ പ്രതിഭയായിരുന്നു മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത്. പീറ്റർ പാൻ കോമിക്കിൻ്റെ ഒരു വലിയൊരു ആരാധകനായിരുന്നു മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത്. പണ്ടൊക്കെ ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുപോലെ ആവണം എന്നുള്ളൊരു ആഗ്രഹം പുള്ളിക്ക് മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി ഒരു ബ്ലാക്ക് ആയിട്ടുണ്ടായിരുന്ന ഒരാൾ ഒരു വൈറ്റ് മനുഷ്യനായി പെട്ടെന്ന് മാറുന്നത്. മൈക്കിൾ ജാക്സന്റെ പഴയ ഫോട്ടോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതിനൊക്കെയുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു മെയിൻ സംഭവം തന്നെ. അതിൻ്റെ പുറകിലുള്ള കുറച്ച് സ്റ്റോറീസ് ഉണ്ട്, അതൊക്കെ ഈ പടത്തിൽ ഇവർ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. സിനിമ തീരുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ പുള്ളിയോടുള്ള ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് വരും. അപ്പം ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. ഓൾറെഡി സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റുള്ള ആൾക്കാർക്കും കൂടി കാണാൻ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്തതിന് ശേഷം ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.